ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നു, അങ്ങയുടെ ആലയത്തിൽ വന്നു, അങ്ങേ മഹത്വപ്പെടുത്താൻ അടിയങ്ങളെ പ്രാപ്തിപ്പെടുത്തിയല്ലോ. കുറവുകൾ വീഴ്ചകളെല്ലാം ക്ഷമിച്ച് അടിയങ്ങളെ അങ്ങോട്ട് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുള്ളതിനായി സ്തോത്രം. ആരാധനാലയങ്ങൾ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങളങ്ങ് ഓരോരോ തലമുറകളിലും വേർതിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഈ പ്രദേശത്ത് അങ്ങേ ആരാധിപ്പാൻ ഒരിടം അങ്ങ് വേർതിരിച്ച് തന്ന കൃപയ്ക്കായി നിന്നുடைய സ്തോത്രം. ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആലോചനകളും മേലും ഇതുവരെ ഞങ്ങളുടെ അൻപാർന്ന കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. കർത്താവെ തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിലും നല്ല നല്ല തീരുമാനങ്ങൾ ഉരുത്തിരിയുവാൻ സഹായിക്കണം. സഭാമക്കൾ ഒരുമിച്ച് നിന്ന് കർത്താവെ അവരെ ഒറ്റക്കെട്ടായി ഈ അതിശ്രേഷ്ഠമായ മഹത്തരമായ ദൗത്യം പൂർത്തീകരിപ്പാൻ അങ്ങോട്ട് സഹായിക്കണം. അതവരുടെ ജീവിതത്തിന് എല്ലാ കാലത്തും തലമുറയായും അനുഗ്രഹമായി തീരുവാനും അങ്ങോട്ട് കൃപ ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവെ ഇപ്പോൾ അടികൾ പിരിയുന്നതാണ്, പിരിയാത്ത സ്ഥാനത്ത് നിറയ്ക്കണമേ. എൻ്റെ മക്കളെ അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിപ്പാൻ വിടുന്ന എല്ലാ കൃപകളും നൽകണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം. ഉദ്യോഗസ്ഥരായവർക്ക് നല്ല രീതിയിൽ അവരെ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടുന്ന പ്രാപ്തി കൊടുക്കണം. കർഷകരാകുന്ന മക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൃഷി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കണം. അതെല്ലാം അവർക്ക് ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഇടവരെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. മഹത്വമുള്ള അംഗമാത്തെടുക്കണമേ. ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൽ എന്ന തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണം. മഹത്വം അംഗമാത്തെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ഇടയാക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.